ഹായ് എവ്രിവൺ. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹിസ്റ്ററി, പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് എന്ന രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്ന കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് എന്ന ചാപ്റ്ററിലെ നാഷണൽ നോളജ് കമ്മീഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ എന്താണ് നാഷണൽ നോളജ് കമ്മീഷൻ, അതുപോലെ അതിൻ്റെ മേജർ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് നാഷണൽ നോളജ് കമ്മീഷൻ എന്നുള്ളത് നോക്കാം. അപ്പം നാഷണൽ നോളജ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് നോളേജ്, അതായത് ഇവിടെ നോളേജിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയെ ഒരു നോളേജ് സൊസൈറ്റിയാക്കി മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് 2005 ഈ ഒരു നാഷണൽ നോളേജ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കമ്മീഷൻ കൊണ്ടുവന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അതുപോലെ ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് സാം പിട്രോഡയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാഷണൽ നോളജ് കമ്മീഷനെ കുറിച്ച് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നാഷണൽ നോളജ് കമ്മീഷൻ, അതിൻ്റെ മേജർ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കാം. The National Knowledge Commission was a high-level advisory body to the Prime Minister of India with the objective of transforming India into a knowledge society. Okay, നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയെ ഒരു നോളജ് സൊസൈറ്റി ആക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് NKC 2005 വന്നത്. The NKC was established in 2005 by the then Prime Minister of India Manmohan Singh under the chairmanship of Sam Pitroda. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമുക്ക് പഠിച്ചു വയ്ക്കേണ്ട കാര്യം നോളജ് സൊസൈറ്റി എന്നുള്ളത് പറഞ്ഞു, അതുപോലെ 2005 എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നുള്ളത് പറഞ്ഞു. അതുപോലെ അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് സാം പിട്രോഡ. ഓക്കെ, അതുപോലെ തന്നെ സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ടു ദ നാഷൻ ഓൺ 12th January 2007. ഓക്കെ, അപ്പോൾ ഈ ഒരു നാഷണൽ നോളജ് കമ്മീഷൻ അറിയപ്പെടുന്നത് തന്നെ NKC 2007 എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട്, ഈ ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതാണ് 12th January 2007. അതുകൊണ്ടാണ് NKC 2007 എന്നുള്ളൊരു പേരിൽ ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ എക്സാമിന് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാനായിട്ട് ചോദിക്കും ചിലപ്പോൾ. അതായത് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഇയറും അവിടെ തന്നിട്ടുണ്ടാവും, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തൊരു ഇയറും അവിടെ തന്നിട്ടുണ്ടാവും. ദാറ്റ് ഈസ് 2005 എന്നുള്ളതും തന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ 2007 എന്നുള്ളതും തന്നിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമായിരിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് NKC 2007 ആണെന്ന് വെച്ച് ഒരിക്കലും 2007 എന്നുള്ളത് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. 2005 ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 2 ഇയറും ഒന്ന് ശ്രദ്ധിക്കുക. 2005 NKC എസ്റ്റാബ്ലിഷ് ചെയ്തത്, അതുപോലെ ആ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതാണ് 12th January 2007. Okay, the National Knowledge Commission was constituted on 13th June 2005 with a time frame of 3 years from 2nd October 2005 to 2nd October 2008. ഓക്കെ, അപ്പോൾ 2005 എന്ന് പറയുമ്പോൾ 13th June 2005 എക്സാക്ട് ആ ഒരു നാഷണൽ നോളജ് കമ്മീഷൻ വന്നത് വിത്ത് എ ടൈം ഫ്രെയിം ഓഫ് 3 years. അതായത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ കമ്മീഷൻസ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുള്ളത് 1948 to 49 ആ ഒരു ടൈം പീരീഡിലാണ്. അതുപോലെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ വന്നത് 52 to 53 ആ ഒരു ടൈം പീരീഡിലാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ നോളജ് കമ്മീഷൻ വന്നത് ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 2nd October 2005 to 2nd October 2008 എന്നുള്ളതാണ്. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. And the National Knowledge Commission submitted around 300 recommendations on 27 focus areas during its 3.5-year term. അതായത് ആ ഒരു വർഷത്തിൽ തന്നെ ഏകദേശം 300 റെക്കമെൻഡേഷൻസ് ആണ് സബ്മിറ്റ് ചെയ്തത്. ഓക്കെ, ഏകദേശം 300ഓളം റെക്കമെൻഡേഷൻസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 27 ഫോക്കസ് ഏരിയാസ് വരുന്ന 300ഓളം റെക്കമെൻഡേഷൻസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ NKC's റെക്കമെൻഡേഷൻസ് ആർ കറന്റ്ലി അണ്ടർവേ അറ്റ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. അപ്പോൾ ഈ ഒരു റെക്കമെൻഡേഷൻസ്, അതായത് NKC's കൊണ്ടുവന്ന റെക്കമെൻഡേഷൻസ് ഇപ്പോഴും സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇൻ ദ വേർഡ്സ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഡോക്ടർ മൻമോഹൻ സിംഗ്, അതായത് നമ്മൾ പറഞ്ഞു ഓൾറെഡി NKC എസ്റ്റാബ്ലിഷ് ചെയ്തത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആണെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കോട്ട്സ് ആണ് ഇവിടെ ഉള്ളത്. ദ ടൈം ഹാസ് കം ടു ക്രിയേറ്റ് എ സെക്കൻഡ് വേവ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ building and of excellence in the field of education, research and capability building so that we are better prepared for the 21st century. അപ്പോൾ 21st century ആയിരുന്നില്ല ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 20th century ആയിരുന്നു. അപ്പോൾ 21st century ആവുമ്പോഴേക്കും, ഓക്കെ, 21st century ആവുമ്പോഴേക്കും ആ 21st centuryയിൽ നമ്മൾ നേരിടാൻ പോകുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ്
അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത്. അതായത് എന്തൊക്കെയാ? എക്സലൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷനിൽ നല്ല പുരോഗതി കൊണ്ടുവരണം. അതുപോലെ റിസർച്ച് ആൻഡ് കാപ്പബിലിറ്റി ബിൽഡിംഗ്. ഓക്കെ, റിസർച്ചിനും മെയിനായിട്ട് കുറേ ഇന്നോവേഷൻസ് കൊണ്ടുവരണം. റിസർച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കണം. അപ്പം നോളജുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറേ ഇന്നോവേഷൻസ് ആൻഡ് റിസർച്ച് നടക്കണം. എഡ്യൂക്കേഷൻ ഫീൽഡിലാണെങ്കിലും ഒരുപാട് അതിലും ഒരു പ്രോഗ്രസ് കൊണ്ടുവരണം എന്നുള്ളതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത്. അപ്പോൾ ഇതും എക്സാമിന് ചോദിക്കാം. ചിലപ്പോൾ ഈ ഒരു കോൺസ് തന്നിട്ട് ഇത് ആരാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് ഡോക്ടർ മൻമോഹൻ സിംഗിനെയാണ് പറയാനായിട്ട് പറ്റുക. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ്സ് ആണ്. നാഷണൽ നോളജ് കമ്മീഷൻ്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, നോളജിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നാഷണൽ നോളജ് കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആക്കാനായിട്ട് ഓപ്ഷൻസിൽ നോളജുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റെന്തെങ്കിലും കാര്യങ്ങളും കൂടി ഉണ്ടാവും. പക്ഷെ കറക്റ്റായിട്ട് ഈ ഒരു സെഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് നാഷണൽ നോളജ് കമ്മീഷൻ കൊണ്ടുവന്ന മേജർ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഇതായിരുന്നു, ടു എൻഷുർ ദാറ്റ് ഇന്ത്യ ബിക്കംസ് എ ഗ്ലോബൽ ലീഡർ ഇൻ ദ നോളജ് എക്കണോമി. ഓക്കെ, അതായത് നോളജ് എക്കണോമിയിൽ ഇന്ത്യ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആവണം എന്നുള്ളൊരു കോൺസെപ്റ്റോട് കൂടിയിട്ടാണ് ഈ ഒരു നാഷണൽ നോളജ് കമ്മീഷൻ വന്നത്. ടു ബിൽഡ് എക്സലൻസ് ഇൻ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ടു മീറ്റ് ദ നോളജ് ചലഞ്ചസ് ഓഫ് ദ 21st century ആൻഡ് ഇൻക്രീസ് ഇന്ത്യാസ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. നമ്മൾ ഓൾറെഡി മൻമോഹൻ സിംഗിന്റെ ആ ഒരു കോട്ടിൽ നിന്നും പറഞ്ഞതായിരുന്നു, 21st century ആകുമ്പോഴത്തേക്കും ആ ഒരു ചലഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരുപാട് പ്രോഗ്രസ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഈ ഒരു സെഞ്ചുറിയിൽ കൊണ്ടുവരണം എന്നുള്ളത്. അപ്പം അതും ഒരു ഒബ്ജക്റ്റീവാണ്. അടുത്തത് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോക്കസ് ഏരിയാസ്. ഓക്കെ, ഇതും ഒത്തിരി തവണ എക്സാമിന് ചോദിച്ച കാര്യമാണ്. അതായത് നാഷണൽ നോളജ് കമ്മീഷൻ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് ഒരു നോളജ് പെൻഡഗൺ എന്നറിയപ്പെടുന്ന ഒരു രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ NKC ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു നോളജ് പെൻഡഗൺ ഉണ്ട്. അപ്പോൾ ആ നോളജ് പെൻഡഗണിൽ വരുന്ന ഫോക്കസ് ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് മെയിനായിട്ടും പഠിച്ചു വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നോളജ് പെൻഡഗണിൽ വരുന്ന കാര്യങ്ങൾ. 5 കാര്യങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് വൺ ആക്സസ്, സെക്കൻഡ് വൺ കോൺസെപ്റ്റ്, തേർഡ് വൺ ക്രിയേഷൻ, ഫോർത്ത് വൺ ആപ്ലിക്കേഷൻ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സർവീസസ്. ഓക്കെ, ആക്സസ് പറഞ്ഞു, കോൺസെപ്റ്റ് പറഞ്ഞു, ക്രിയേഷൻ പറഞ്ഞു, ആപ്ലിക്കേഷൻ ആൻഡ് സർവീസസ്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ അടങ്ങുന്ന അല്ലെങ്കിൽ ഈ 5 ഫോക്കസ് ഏരിയാസ് അടങ്ങുന്ന ഒരു പെൻഡഗൺ ആണ് നോളജ് പെൻഡഗൺ. അപ്പോൾ ഇത് NKC അതായത് നാഷണൽ നോളജ് കമ്മീഷൻ കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഈ നോളജ് പെൻഡഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആക്സസ് ആണ്. അപ്പോൾ ആക്സസ് എന്ന് പറയുമ്പോൾ എന്തിൻ്റെയാ? നാഷണൽ നോളജ് കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ആക്സസ് എന്ന് പറയുമ്പോൾ ആക്സസ് ടു നോളജ് എന്നാണ്. അതായത് നോളജ് ലഭിക്കാനുള്ള ആക്സസിബിലിറ്റി എല്ലാവർക്കും കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. ആക്സസ് ടു നോളജ്. അപ്പോൾ നോളജ് നമുക്ക് കുറച്ചുകൂടെ ആക്സസിബിൾ ആവണം എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരേണ്ടി വരിക? അതായത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നോളജിനായിട്ടുള്ള റിസോഴ്സസ്, കൂടുതലായിട്ടും റിസോഴ്സസ് അവരിലോട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ആക്സസ് ടു നോളജിൽ വരുന്ന കാര്യങ്ങൾ. അതായത് നോളജ് എല്ലാവർക്കും ആക്സസിബിൾ ആവാനായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും സ്കൂൾസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതലായിട്ടും കൊണ്ടുവരിക. അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ്, ടെക്സ്റ്റ് ബുക്ക് ആവാം അല്ലെങ്കിൽ കുറേ ടീച്ചിങ് എയ്ഡ്സ് ആവാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ആക്സസ് ടു നോളജിൽ വരുന്നത്. അടുത്തത് കോൺസെപ്റ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നോളജ് കോൺസെപ്റ്റ്. ഓക്കെ, നോളജ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു നോളജ് ഗെയിൻ ചെയ്യാനായിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പോൾ അത് കരിക്കുലം ആവാം. അപ്പോൾ കരിക്കുലം ആവുന്ന സമയത്ത് കുറച്ചുകൂടെ റിജിഡ് കരിക്കുലം അല്ലാതെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കരിക്കുലം കൊണ്ടുവരിക. അതുപോലെ കരിക്കുലത്തിന് ഒന്നുകൂടെ റിന്യൂ ചെയ്യുക. കുട്ടികളുടെ നീഡ്സിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒരു കരിക്കുലം ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നോളജ് കോൺസെപ്റ്റ്സിൽ വരുന്നത്. നോളജ് കോൺസെപ്റ്റ്സിൽ കുറച്ചുകൂടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടെ വരുന്നുണ്ട്. ആൻഡ് നോളജ് ക്രിയേഷൻ, തേർഡ് വൺ എന്ന് പറയുമ്പോൾ നോളജ് ക്രിയേഷൻ ആണ്. അപ്പോൾ നോളജ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് ഫെസിലിറ്റീസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങളുടെ റിസർച്ച് അല്ല അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റിസർച്ച് ചെയ്യുക. അതുപോലെ കൂടുതലായിട്ടും ഇന്നോവേഷൻസ് ആ ഒരു എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നോളജുമായിട്ട് ബന്ധപ്പെട്ട ഇന്നോവേഷൻസ് കൊണ്ടുവരിക എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ വരുന്നതാണ്. ആൻഡ് നോളജ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, നോളജ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളെ നാഷണൽ ഡെവലപ്മെൻറ്റിനായിട്ട് പഠിച്ച കാര്യങ്ങളെ സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോൺസെപ്റ്റ്സ് ആയിരിക്കണം കൊണ്ടുവരേണ്ടതെന്നുള്ളതും നാഷണൽ നോളജ് കമ്മീഷൻ പറയുന്നുണ്ട്. ആൻഡ് നോളജ് സർവീസസ്. അപ്പോൾ ഇങ്ങനെ സൊസൈറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷനിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സർവീസസ് അല്ലേ. അതുപോലെ ടീച്ചിങ്ങിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് റൂമിലാണെന്നുണ്ടെങ്കിൽ അതും ഒരു സർവീസസ് ആണ്.
അപ്പോൾ അങ്ങനെയുള്ള നോളജ് സർവീസസും ഇതിനൊരു ഫോക്കസ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആക്സസിബിൾ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു, അതുപോലെ ക്രിയേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ആൻഡ് സർവീസസ്. അപ്പോൾ ഈ 5 ഫോക്കസ് ഏരിയാസ് ആണ് ഈ ഒരു നാഷണൽ നോളജ് കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോക്കസ് ഏരിയാസ് ആണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ACCAS എന്നാണ് വരുന്നത് അല്ലേ. A for access, C for concept, C for creation, A for application and S for services. അപ്പോൾ ഇങ്ങനെ ഒരു ഓർത്ത് വെക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് എല്ലാം കൂടെ പഠിച്ചു വെക്കുന്ന സമയത്ത് ചിലപ്പോൾ നാഷണൽ നോളജ് കമ്മീഷന്റെ ഫോക്കസ് ഏരിയസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലെറ്റേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ACCAS എന്ന് ഓർത്ത് വെക്കാം, അല്ലെങ്കിൽ AC²AS എന്ന് ഓർത്ത് വെക്കാം, അല്ലെങ്കിൽ A²C²S. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് ഓർത്ത് വെക്കാന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ACCAS നമുക്ക് ഓർത്ത് വെക്കാം, അല്ലെങ്കിൽ AC²AS എന്ന് ഓർത്ത് വെക്കാം, അല്ലെങ്കിൽ A²C²S. അതായിരിക്കും കുറച്ചുകൂടെ നന്നാവാൻ തോന്നുന്നു. കാരണം A²C²S എന്ന് പറയുമ്പോൾ A for access and A for application, C for concepts and C for creation and S for services എന്നുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടേംസ് ഓഫ് റെഫറൻസസ് ഓഫ് NKC 2007. അപ്പോൾ ഈ NKC ആയിട്ട് ബന്ധപ്പെട്ട ടേംസ് ഓഫ് റെഫറൻസസ് ഉണ്ട്, അത് എക്സാമിന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെ ടേംസ് ഓഫ് റെഫറൻസസ് ആണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, ബിൽഡ് എക്സലൻസ് ഇൻ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ടു മീറ്റ് ദ നോളജ് ചലഞ്ചസ് ഓഫ് ദ 21st century ആൻഡ് ഇൻക്രീസ് ഇന്ത്യസ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് നോളജ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കോട്ട്സും പറഞ്ഞതായിരുന്നു, അതുപോലെ NKCന്റെ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. ആൻഡ് സെക്കൻഡ് വൺ, പ്രൊമോട്ട് ക്രിയേഷൻ ഓഫ് നോളജ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ലബോറട്ടറീസ് എന്നുള്ളത്. അതായത് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഇവിടെ കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ സൊസൈറ്റി ഒരു നോളജ് സൊസൈറ്റി ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ സയൻസ് അതുപോലെ ടെക്നോളജി, അതുപോലെ റിസർച്ച്, ഇന്നോവേഷൻ, അതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇംപ്രൂവ് ദ മാനേജ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻഗേജ്ഡ് ഇൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഓക്കെ, അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ അത് പാറ്റന്റ് ഓഫീസേഴ്സ് ആവാം, അല്ലെങ്കിൽ എന്താവും ഗവൺമെന്റ് ബോഡീസ് ആവാം. അപ്പോൾ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറച്ചുകൂടെ എൻകറേജ് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ പ്രൊമോഷൻ കൊണ്ടുവരണം എന്നുള്ളതും അതിൻ്റെ ഒരു ടേംസ് ഓഫ് റെഫറൻസസ് ആയിരുന്നു. ആൻഡ് പ്രൊമോട്ട് ദ നോളജ് അപ്ലിക്കേഷൻസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. ഓക്കെ, അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയിലും കുറച്ചുകൂടെ പ്രോഗ്രസ് കൊണ്ടുവരാന്നുള്ളത്. അതുപോലെ നോളജ് അപ്ലിക്കേഷൻസ്, അതായത് പ്രൊമോട്ട് നോളജ് അപ്ലിക്കേഷൻസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അഗ്രികൾച്ചറിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോളജ്, അല്ലെങ്കിൽ ആ ഒരു നോളജ് ഗെയിൻ ചെയ്യണം, അത് എഡ്യൂക്കേഷനിൽ കൊണ്ടുവരണം എന്നുള്ളതും ഈ ഒരു നാഷണൽ നോളജ് കമ്മീഷൻ്റെ മേജർ ടേംസ് ഓഫ് റെഫറൻസിൽ വരുന്നതായിരുന്നു. ആൻഡ് പ്രൊമോട്ട് ദ യൂസ് ഓഫ് നോളജ് കാപ്പബിലിറ്റീസ് ഇൻ മേക്കിംഗ് ഗവൺമെന്റ് ആൻഡ് എഫക്റ്റീവ്, ട്രാൻസ്പെറന്റ് ആൻഡ് അക്കൗണ്ടബിൾ സർവീസ് പ്രൊവൈഡർ ടു ദ സിറ്റിസൺ ആൻഡ് പ്രൊമോട്ട് വൈഡ് സ്പ്രെഡ് ഷെയറിംഗ്. അപ്പോൾ ഇവിടെ എല്ലാവിടെയും വരുന്നത് ടേംസ് ഓഫ് റെഫറൻസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നോളജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ടേംസ് ഓഫ് റെഫറൻസ് നമുക്കിപ്പോൾ എക്സാമിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചാൽ തന്നെ നമുക്ക് ഓപ്ഷൻസ് കാണുന്ന സമയത്ത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ഏരിയയിൽ നിന്നും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ഒരു കാര്യം നമ്മൾ 1-2 തവണ പഠിച്ചാൽ മാത്രമേ നമുക്കത് കൺഫ്യൂസ്ഡ് ആവാതെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നോളജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു NKCയിൽ വരുന്നത് എന്നുള്ള കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഫോക്കസ് ഏരിയാസ് പറഞ്ഞു, അതുപോലെ തന്നെ ടേംസ് ഓഫ് റെഫറൻസസ് പറഞ്ഞു. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ റെക്കമെൻഡേഷൻസ് ആണ്. ഓക്കെ, NKC 2007 മേജർ റെക്കമെൻഡേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് 1500 യൂണിവേഴ്സിറ്റീസ് ടു എനേബിൾ മോർ സ്റ്റുഡൻസ് ടു പെർസ്യൂ higher education nationwide, which would enable India to attain a gross enrollment ratio of at least 15% by 2015. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആക്സസ് ടു നോളജ് എന്നുള്ളത്, അതായത് നോളജ് എല്ലാവർക്കും ആക്സസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ അത്തരം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറച്ചുകൂടെ കൊണ്ടുവരണം എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ മേജർ റെക്കമെൻഡേഷനും അത് തന്നെയാണ്, അതായത് ഹയർ എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ എല്ലാവരിലോട്ടും എത്താനായിട്ട് ഏകദേശം 1500 യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1500 യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു ഫോക്കസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് 2015 ആവുമ്പോഴത്തേക്കും, ഓക്കെ, 2015 ആവുമ്പോഴത്തേക്കും ഏകദേശം 15% ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോയിൽ എത്തണം എന്നുള്ളതായിരുന്നു.
അപ്പോൾ എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവരും സ്കൂൾ അല്ലെങ്കിൽ കോളേജിലോട്ട് വരുന്നൊരവസ്ഥ, അതായത് ഫുൾ അറ്റൻഡൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഈ എൻറോൾമെൻറ്റ് റേഷ്യോ എന്നുള്ളതിൽ വരുന്നത്. അപ്പോൾ 15% 2015 ആകുമ്പോഴേക്കും അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി 15% എന്നുള്ളത്. കാരണം ഇതും എക്സാമിന് ചോദിച്ചതായിരുന്നു. അപ്പോൾ ചിലപ്പോൾ വർഷം മാറ്റി പറയാം, അല്ലെങ്കിൽ ആ പെർസെൻറ്റേജിൽ മാറ്റം വരാം. 2015 എന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 15% by 2015. ഓക്കെ, അപ്പോൾ ഏകദേശം 1500 യൂണിവേഴ്സിറ്റീസ് ഹയർ എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് 1500 യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് 2015 ആകുമ്പോഴത്തേക്കും ഏകദേശം 15% ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോയിലോട്ട് എത്തണം എന്നുള്ളതായിരുന്നു. ആൻഡ് റീഫോം ഓഫ് ദ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഗവേണിംഗ് ഹയർ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫ്രെയിംവർക്ക് കുറച്ചുകൂടെ റിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ റീഫോം ചെയ്യണം, പുതുക്കി മാറ്റണം എന്നുള്ളതും ഈ ഒരു NKCയുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഇപ്പം സെക്കൻഡറി എഡ്യൂക്കേഷനും യൂണിവേഴ്സലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സെക്കൻഡറി എഡ്യൂക്കേഷൻ മൊത്തം, അതായത് നമ്മുടെ നേഷനിലുള്ള മൊത്തം സെക്കൻഡറി എഡ്യൂക്കേഷനിലും കുറച്ചുകൂടെ പുരോഗതി കണ്ടുവരണം, എൻറോൾമെൻറ്റ് റേഷ്യോ കൂടണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് റീഫോംസ് ഇൻ ദ കരിക്കുലം ടു മേക്ക് ഇറ്റ് മോർ റെലവൻറ്റ് ടു ദ നീഡ്സ് ഓഫ് ദി ടൈം. അതുപോലെ കരിക്കുലം റീഫോം നമ്മൾ ഓൾറെഡി നോളജ് കോൺസെപ്റ്റ് എന്നുള്ളതിൽ പറഞ്ഞതായിരുന്നു അല്ലേ. കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക, അതുപോലെ കരിക്കുലത്തിന് റീഫോം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് റെക്കമെൻഡേഷനായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഏകദേശം ആ ഫോക്കസ് ഏരിയയിലുള്ള 5 കാര്യങ്ങൾ തന്നെയാണ് ഇവർ റെക്കമെൻഡേഷനായിട്ട് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആക്സസ് എന്നുള്ളത്. ആക്സസ് ടു നോളേജ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള 1500 യൂണിവേഴ്സിറ്റീസ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നോളജ് കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ കരിക്കുലം എന്ത് ചെയ്തിട്ടുണ്ട്, റിന്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇംപ്രൂവ്മെന്റ് ഇൻ ദ ക്വാളിറ്റി ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അപ്പോൾ അവിടെയും ക്വാളിറ്റി കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതും ഈ ഒരു നോളജ് കോൺസെപ്റ്റ്സ് എന്നുള്ളൊരു ആ ഒരു ഫോക്കസ് ഏരിയയുടെ അണ്ടറിൽ വരുന്ന കാര്യമാണ്. അതുപോലെ എക്സ്പാൻഷൻ ആൻഡ് മോഡേണൈസേഷൻ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അതിനെയാണ് VET എന്ന് പറയുന്നത്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ടു മീറ്റ് ദ നീഡ്സ് ഓഫ് എ ഗ്രോയിങ് എക്കണോമി. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ എക്കണോമിയിൽ കുറച്ചുകൂടെ പുരോഗതി കൈവരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കൂടെ തന്നെ അവർക്കൊരു വൊക്കേഷണൽ എഡ്യൂക്കേഷനും കൂടെ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് സിറ്റിസൺ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു ഫീൽഡിലോട്ട് പോയി അവർക്ക് കൂടുതലായിട്ടും അവർക്ക് ആ ഒരു ജോലിയിലോട്ട് പോയി അവർക്ക് അതിന് ഏർണിങ്സ് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഏർണിങ്സ് എല്ലാവർക്കും കിട്ടിയാൽ മാത്രമേ നമ്മുടെ നേഷനിൽ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് എക്സ്പാൻഷൻ ആൻഡ് മോഡേണൈസേഷൻ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് എ ഗ്രോയിങ് എക്കണോമി എന്നുള്ളത്. അതുപോലെ നെറ്റ്വർക്കിംഗ് ഓഫ് ലൈബ്രറീസ് അക്രോസ് ദ കൺട്രി ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ലൈബ്രറി സർവീസസ്. ഇപ്പോൾ എല്ലാവരിലോട്ടും നോളജ് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ലൈബ്രറിൻ്റെ പങ്ക് എത്രത്തോളം ആണെന്നുള്ളത്. അപ്പോൾ ആ ലൈബ്രറി എല്ലാവരിലോട്ടും ആക്സസിബിൾ ആക്കുക എന്നുള്ളതും ഇതിൻ്റെ റെക്കമെൻഡേഷൻ ആയിരുന്നു. നെറ്റ്വർക്കിംഗ് ഓഫ് ലൈബ്രറീസ് അക്രോസ് ദ കൺട്രി ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ലൈബ്രറി സർവീസസ്. അപ്പോൾ ആ ലൈബ്രറി സർവീസസ് എല്ലാവരിലോട്ടും കൊടുക്കുക, അതുപോലെ തന്നെ അതിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതും NKCയുടെ മേജർ റെക്കമെൻഡേഷൻ ആയിരുന്നു.
ഓക്കെ, അതുപോലെ തന്നെ പ്രൊമോഷൻ ഓഫ് ഇ ഗവേണൻസ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ആൻഡ് ട്രാൻസ്പെറൻസി ഓഫ് ഗവൺമെന്റ് സർവീസസ്. നമുക്കറിയാം ഇ ഗവേണൻസ് എന്താണെന്നുള്ളത്. അതായത് നമ്മൾ ICTനെ ഗവൺമെന്റ് സർവീസസിൽ യൂസ് ചെയ്യുന്ന അപ്ലൈ ചെയ്യുന്ന രീതിയാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഇപ്പോൾ കൂടുതലായിട്ടും ഗവൺമെന്റ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും അവിടെ പോയി ഫിസിക്കലി നമ്മൾ അവിടെ ചെല്ലാതെ ഓൺലൈൻ വഴിയാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ടാക്സ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഗവൺമെന്റ് സർവീസസ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ പബ്ലിക്കിലോട്ട് എത്തിക്കാനാണ് ഈ ഒരു ഇ ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ നമുക്കറിയാം ഓരോ പോർട്ടൽസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സമഗ്ര, സമേതം അങ്ങനെ പോലുള്ള ഇ ഗവേണൻസ് പോർട്ടൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താ, കുട്ടികളിൽ കൂടുതലായിട്ടും കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് കുറച്ചുകൂടെ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആക്കാനും ആയിട്ടാണ് ഇത്തരം പോർട്ടൽസ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാന്നുള്ളതാണ്. പ്രൊമോഷൻ ഓഫ് ഇ ഗവേണൻസ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ആൻഡ് ട്രാൻസ്പെറൻസി ഓഫ് ഗവൺമെന്റ് സർവീസസ്. അപ്പോൾ കൂടുതലായിട്ടും ഇ ഗവേണൻസ് കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതും ഈ NKCയുടെ മേജർ റെക്കമെൻഡേഷൻ ആയിരുന്നു. ക്രിയേഷൻ ഓഫ് എ നാഷണൽ ഇന്നോവേഷൻ സിസ്റ്റം ടു ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. നമ്മൾ ഓൾറെഡി ക്രിയേഷൻ എന്നുള്ളൊരു കാര്യത്തിൽ, അതായത് ക്രിയേഷൻ എന്നുള്ള ആ ഒരു ഫോക്കസ് ഏരിയയിൽ പറഞ്ഞ കാര്യമായിരുന്നു ഇന്നോവേഷൻ, അതുപോലെ റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. അപ്പോൾ അതും ഒരു മേജർ റെക്കമെൻഡേഷൻ ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ എന്നുള്ളത്, ഇത് നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളതും മേജർ റെക്കമെൻഡേഷൻ ആണ്. അതുപോലെ NKCയുടെ മേജർ റെക്കമെൻഡേഷനിൽ എടുത്തു പറയേണ്ട ഒരു റെക്കമെൻഡേഷനാണ് ക്രിയേഷൻ ഓഫ് IRAHE, അതായത് ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി അതോറിറ്റി ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി അതോറിറ്റി ഫോർ ഹയർ എഡ്യൂക്കേഷൻ, IRAHEയുടെ ക്രിയേഷൻ എന്നുള്ളത്. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇത് വന്നതോടുകൂടെ, അതായത് IRAHE വന്നതിന് ശേഷം നമുക്ക് അറിയുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആൻഡ് അഡ്വൈസറി ബോഡീസ് ആയിട്ടുള്ള UGC, AICTE, NCTE, MCI ആൻഡ് DEC. അപ്പോൾ അതിനെയൊക്കെ ഈ ഒരു അണ്ടറിൽ, IRAHEയുടെ അണ്ടറിൽ കൊണ്ടുവരണം എന്നുള്ളത് NKCയുടെ മേജർ റെക്കമെൻഡേഷൻ ആയിരുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം, NKCയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു കാര്യമാണ്. IRAHEയുടെ ക്രിയേഷൻ ഏത് കമ്മീഷനിലൂടെയാണ് വന്നതെന്നുള്ളത്. അപ്പോൾ അതേതാ, നാഷണൽ നോളജ് കമ്മീഷനാണ്. അതുപോലെ IRAHE, ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി അതോറിറ്റി ഫോർ ഹയർ എഡ്യൂക്കേഷൻ, ആ ഒരു അത് വന്നതിന് ശേഷം UGC, അതുപോലെ നമുക്കറിയാം UGC എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനാണ്. AICTE എന്ന് പറയുന്നത് ടെക്നിക്കലായിട്ട് ബന്ധപ്പെട്ടതാണ്, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ആൻഡ് NCTE ഈസ് റിലേറ്റഡ് ടു ടീച്ചർ എഡ്യൂക്കേഷൻ, നമുക്ക് അറിയുന്നതാണ്, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. അതുപോലെ MCI എന്ന് പറയുമ്പോൾ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവിടെ പറയേണ്ട കാര്യം, MCI എന്ന് പറയുന്നത് 2020 സെപ്റ്റംബർ 2020 ആയപ്പോഴത്തേക്കും MCI എന്ന് പറയുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്നുള്ള പേരിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, MCI നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്നുള്ളൊരു പേരിലോട്ട് മാറിയിട്ടുണ്ട് 2020 സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും. അതുപോലെ DEC, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ ആൻഡ് അതേഴ്സ് റെഗുലേറ്ററി ബോഡീസ്. അപ്പോൾ ഇത്തരം റെഗുലേറ്ററി ബോഡീസ് ഒക്കെ നമ്മുടെ IRAHEയുടെ അണ്ടറിൽ കൊണ്ടുവരണം എന്നുള്ളതും നാഷണൽ നോളജ് കമ്മീഷന്റെ മേജർ റെക്കമെൻഡേഷൻ ആയിരുന്നു. സോ ദ ക്രിയേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി അതോറിറ്റി ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ ഇറ്റ്സ് പ്ലാൻ ദ IRAHE വാസ് ടു റീപ്ലേസ് ദ UGC, AICTE, NCTE, MCI, DEC ആൻഡ് അതർ റെഗുലേറ്ററി ബോഡീസ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാഷണൽ നോളജ് കമ്മീഷനായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫോക്കസ് ഏരിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേജർ റെക്കമെൻഡേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടേംസ് ഓഫ് റെഫറൻസസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം, ഈ എല്ലാ പോർഷൻസും പല ഇയറിലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ ഈ ഒരു നാഷണൽ നോളജ് കമ്മീഷനിൽ നിന്നും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഡിസംബർ 2022 ഷിഫ്റ്റ് 2 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ദ വിഷൻ ഓഫ് നാഷണൽ നോളജ് കമ്മീഷൻ വാസ് ടു. ഓക്കെ, ആ നാഷണൽ നോളജ് കമ്മീഷന്റെ വിഷൻ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1, എക്സാമിൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻ ദ കൺട്രി. ഓപ്ഷൻ 2, ഡെവലപ്പ് എ കോമൺ സ്കൂൾ സിസ്റ്റം. ഓപ്ഷൻ 3, ഡെവലപ്പ് എ സെൻസ് ഓഫ് സെൽഫ് റിലയൻസ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. ആൻഡ് ഓപ്ഷൻ 4, എനേബിൾ ദ ഡെവലപ്മെന്റ് ഓഫ് എ വൈബ്രന്റ് നോളജ് ബേസ്ഡ് സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അത് നോളജുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം, എക്സാമിൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻ ദ കൺട്രി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും പഠിച്ചൊരു ബേസിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും ഓപ്ഷൻ 1 ആ ഒരു നാഷണൽ നോളജ് കമ്മീഷന്റെ വിഷൻ അല്ല എന്നുള്ളത്, അല്ലേ? കാരണം എന്താ, സെക്കൻഡറി എഡ്യൂക്കേഷനെയാണ് അവിടെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി യൂണിവേഴ്സലൈസേഷൻ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മുടെ നാഷണൽ നോളജ് കമ്മീഷന്റെ മേജർ റെക്കമെൻഡേഷൻ ആയിരുന്നു.
പക്ഷെ ഇവിടെ വരുന്നത് അങ്ങനെയല്ല എന്നുള്ളതാണ്. ഓപ്ഷൻ 2 നോക്കാം, ഡെവലപ്പ് എ കോമൺ സ്കൂൾ സിസ്റ്റം, അതും നാഷണൽ നോളജ് കമ്മീഷൻ വിഷനിൽ പെടുന്നതല്ല. ആൻഡ് ഓപ്ഷൻ 3 ഡെവലപ്പ് എ സെൻസ് ഓഫ് സെൽഫ് റിലയൻസ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, അതും അല്ല എന്നുള്ളത് അറിയാം. ഓപ്ഷൻ 4 എനേബിൾ ദ ഡെവലപ്മെന്റ് ഓഫ് എ വൈബ്രന്റ് നോളജ് ബേസ്ഡ് സൊസൈറ്റി. ഓക്കെ, നോളജ് ബേസ്ഡ് സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് 4ാമത്തെ ഓപ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി പറയാനായിട്ട് പറ്റും 4th 1 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്നുള്ളത്. കാരണം നാഷണൽ നോളജ് കമ്മീഷൻ അതിൻ്റെ മേജർ ഒബ്ജക്റ്റീവ് തന്നെ നമ്മുടെ ഇന്ത്യയെ ഒരു നോളജ് ബേസ്ഡ് സൊസൈറ്റി ആക്കി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 4. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജൂൺ 2023 വന്നതായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് എംഫസൈസ് ദ ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കോൺസെപ്റ്റ് റാദർ ദാൻ റോട്ട് ലേണിംഗ്. ഓക്കെ, അപ്പോൾ റോട്ട് ലേണിങ്ങിനെക്കാളും കൂടുതൽ ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ കോൺസെപ്റ്റ്, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാനുള്ള ആ ഒരു റെക്കമെൻഡേഷൻസ് വരുന്നത് ഏത് കമ്മീഷനിലാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ 1 സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഓപ്ഷൻ 2 കോത്താരി എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഓപ്ഷൻ 3 നാഷണൽ നോളജ് കമ്മീഷൻ ആൻഡ് ഓപ്ഷൻ 4 ഈസ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. അപ്പോൾ നമുക്കറിയാം നാഷണൽ നോളജ് കമ്മീഷന്റെ ഫോക്കസ് ഏരിയാസിൽ വരുന്ന ഒരു ഫോക്കസ് ഏരിയ ആണ് കോൺസെപ്റ്റ്സ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നാഷണൽ നോളജ് കമ്മീഷനാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. ഓക്കെ, വീണ്ടും ജൂൺ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ഇന്നൊവേഷൻ പോളിസി വാസ് പ്രൊപ്പോസ്ഡ് ഇൻ ദ 11th 5-year പ്ലാൻ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ്. ഓക്കെ, നാഷണൽ ഇന്നൊവേഷൻ പോളിസിയാണ്. ഓക്കെ, ഇന്നൊവേഷൻ പോളിസി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കാം. ആൻഡ് ഓപ്ഷൻ 1 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986, ഓപ്ഷൻ 2 യശ്പാൽ കമ്മിറ്റി ഓൺ ഹയർ എഡ്യൂക്കേഷൻ, ഓപ്ഷൻ 3 നാഷണൽ നോളജ് കമ്മീഷൻ ആൻഡ് ഓപ്ഷൻ 4 കോത്താരി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നാഷണൽ ഇന്നൊവേഷൻ പോളിസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നാഷണൽ നോളജ് കമ്മീഷന്റെ ഫോക്കസ് ഏരിയ, ആ ഒരു നോളജ് പെൻഡഗണിൽ ക്രിയേഷൻ എന്നുള്ളൊരു ഫോക്കസ് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു ഇന്നൊവേഷൻ, അതുപോലെ റിസർച്ച് ആക്ടിവിറ്റീസ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കാര്യം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏത് റെക്കമെൻഡേഷൻ ആണെന്നുള്ളത്. ദാറ്റ് ഈസ് നാഷണൽ നോളജ് കമ്മീഷൻ. ദാറ്റ് ഈസ് ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ, വീണ്ടും ജൂൺ 2023 തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ ഈ ഒരു ഏരിയ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. കാരണം ഈ ഒരു കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസിൽ അത്രയും കുറേ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ആ ഒരു ചാപ്റ്ററിൽ നിന്നും. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മീഷനാണ് ഈ നാഷണൽ നോളജ് കമ്മീഷൻ. കണ്ടോ, ഈ ഒരു ജൂൺ 2023 തന്നെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. Knowledge Commission focused on which of the following key areas? Okay, Knowledge Commission focused on which of the following key areas? അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ആ ഒരു ഫോക്കസ് ഏരിയാസ് തന്നെയാണ്. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെയല്ല ചോദിച്ചിട്ടുള്ളത്. നോളജ് കമ്മീഷൻ ഫോക്കസ്ഡ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് കീ ഏരിയാസ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ എൻഹാൻസിങ് ആക്സസ് ടു നോളജ്. അപ്പോൾ ഇതിൽ ഒന്നിൽ കൂടുതലുണ്ട് കേട്ടോ. എ എൻഹാൻസിങ് ആക്സസ് ടു നോളജ്, ബി reinvigorating institutions where knowledge concepts are imparted, C creating a world-class environment for creation of knowledge, D using technology in social institutions, and E promoting application of knowledge for sustained and inclusive growth. Okay, നമുക്ക് ഒന്നുകൂടെ നോക്കാം ഓരോന്നായിട്ട്. ഇവിടെ ഫോക്കസ് ഏരിയാസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫോക്കസ് ഏരിയാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം AC² AS എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ A for access, C for concept, C for creation, A for application and S for services എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എൻഹാൻസിങ് ആക്സസ് ടു നോളജ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ നാഷണൽ നോളജ് കമ്മീഷന്റെ ഒരു മേജർ ഫോക്കസ് ഏരിയ ആണ് ആക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആണ്, എ അതിൽ പെടുന്നതാണ്. ആൻഡ് ബി എന്ന് പറയുമ്പോൾ റീഇൻവിഗറേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേർ നോളജ് കോൺസെപ്റ്റ്സ് ആർ ഇമ്പാർട്ടഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറച്ചുകൂടെ വ്യാപിപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതും ആ ഒരു ആക്സസിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ അതും കറക്റ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. അടുത്തത് സി എന്ന് പറയുമ്പോൾ ക്രിയേറ്റിംഗ് എ വേൾഡ് ക്ലാസ് എൻവയോൺമെന്റ് ഫോർ ക്രിയേഷൻ ഓഫ് നോളജ്. ഓക്കെ, ക്രിയേറ്റിംഗ് എ വേൾഡ് ക്ലാസ് എൻവയോൺമെന്റ് ഫോർ ക്രിയേഷൻ ഓഫ് നോളജ്. അപ്പോൾ നോളജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ അതും നാഷണൽ നോളജ് കമ്മീഷനിൽ വരുന്ന കാര്യം തന്നെയാണ്. അടുത്തത് യൂസിങ് ടെക്നോളജി ഇൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ടെക്നോളജി യൂസ് ചെയ്യുക എന്നുള്ളത് ആ ഒരു ഫോക്കസ് ഏരിയയിൽ നമ്മൾ പറഞ്ഞതായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി എന്നുള്ളത് റോങ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് പ്രൊമോട്ടിംഗ് അപ്ലിക്കേഷൻ ഓഫ് നോളജ് ഫോർ സസ്റ്റെയിൻഡ് ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഓക്കെ, ഈ അപ്ലിക്കേഷൻ എന്നുള്ളതും ഫോക്കസ് ഏരിയയിൽ നാഷണൽ നോളജ് കമ്മീഷന്റെ ഫോക്കസ് ഏരിയയിൽ വരുന്ന കാര്യമാണ് അപ്ലിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആകെ വരാത്തത് ഡി എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 ABC ആൻഡ് D ഓൺലി. അപ്പോൾ അത് തെറ്റാണെന്നുള്ളത് മനസ്സിലായി.
ഓപ്ഷൻ 2 ബി സി ഡി ആൻഡ് ഇ ഓൺലി, അവിടെയും ഡി വരുന്നുണ്ട്, അപ്പോൾ അത് തെറ്റാണ്. ഓപ്ഷൻ 3 സി ഡി ആൻഡ് ഇ ഓൺലി ആൻഡ് ഓപ്ഷൻ 4 എ ബി സി ആൻഡ് ഇ ഓൺലി. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 4 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓക്കെ, അടുത്തത് ജൂൺ 2022 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, ടേംസ് ഓഫ് റെഫറൻസസ്. ഓക്കെ, കണ്ടോ, നമ്മൾ പഠിച്ച കാര്യമാണ് ടേംസ് ഓഫ് റെഫറൻസസ് എന്താണെന്നുള്ളത്. ടേംസ് ഓഫ് റെഫറൻസസ് ഓഫ് നാഷണൽ നോളജ് കമ്മീഷൻ വേർ ടു. ഓക്കെ, നാഷണൽ നോളജ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ഓഫ് റെഫറൻസസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എ ആയിട്ട് വരുന്നത് ബിൽഡ് എക്സലൻസ് ഇൻ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ടു മീറ്റ് ദ നോളജ് ചലഞ്ചസ് ഓഫ് ദ 21st century. അപ്പോൾ നമുക്കത് അറിയാം, അതൊരു ടേംസ് ഓഫ് റെഫറൻസസ് ആണെന്നുള്ളത്. ആൻഡ് പ്രൊമോട്ട് ദ ക്രിയേഷൻ ഓഫ് നോളജ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ലബോറട്ടറീസ്, അത് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് അല്ലേ. അടുത്ത സി നോക്കാം, പ്രൊമോട്ട് നോളജ് അപ്ലിക്കേഷൻ ഇൻ ദ പ്രിസർവേഷൻ ഓഫ് എൻവയോൺമെന്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടേംസ് ഓഫ് റെഫറൻസസിൽ ഈ സി എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് വരുന്നില്ല. അതായത് പ്രൊമോട്ട് നോളജ് അപ്ലിക്കേഷൻ ഇൻ ദ പ്രിസർവേഷൻ ഓഫ് എൻവയോൺമെന്റ് പ്രിസർവ് ചെയ്യാനായിട്ട് നോളജ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ടേംസ് ഓഫ് റെഫറൻസസ് ആയിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സി അതിൽ വരുന്നില്ല. ആൻഡ് ഡി ആയിട്ട് വരുന്നത് ഇംപ്രൂവ് ദ മാനേജ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻഗേജ്ഡ് ഇൻ ദ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അപ്പോൾ അതും നമുക്ക് അറിയാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ബോഡീസ്, അതുപോലെ പാറ്റന്റ് ഓഫീസേഴ്സ്. അപ്പോൾ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇംപ്രൂവ് ചെയ്യാന്നുള്ളതും നമ്മുടെ NKCയുടെ ടേംസ് ഓഫ് റെഫറൻസസിൽ വരുന്ന കാര്യമായിരുന്നു. അപ്പോൾ ഇവിടെ വരാത്തത് സി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ വരുന്നത് എ ബി ആൻഡ് ഡി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 എ ബി ആൻഡ് സി ഓൺലി, ഓപ്ഷൻ 2 എ ബി ആൻഡ് ഡി ഓൺലി, ഓപ്ഷൻ 3 സി ആൻഡ് ഡി ഓൺലി, ഓപ്ഷൻ 4 സി ആൻഡ് ഡി ഓൺലി. ഓക്കെ, സോറി. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻസ് സെയിം ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആവാം, അവിടെ വന്നതിലുള്ള മിസ്റ്റേക്ക് ആവാം. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്, എ ബി ആൻഡ് ഡി ഓൺലി, ദാറ്റ് ഈസ് ഓപ്ഷൻ 2. ഓക്കെ, ഇനി ജൂൺ 2022 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, which of the following has recommended that an independent regulatory authority for higher education, that is IRHE, should replace NCTE, AICTE, UGC and others. അതായത് ഏത് കമ്മീഷന്റെ ഭാഗമായിട്ടാണ് IRHE, that is Independent Regulatory Authority for Higher Education വന്നത്. അതുപോലെ തന്നെ ബാക്കി റെഗുലേറ്ററി ബോഡീസ് ആയിട്ടുള്ള UGC, AICTE, NCTE അത്തരം റെഗുലേറ്ററി ബോഡീസിനെ റീപ്ലേസ് ചെയ്തത് അല്ലെങ്കിൽ IRHEയുടെ അണ്ടറിൽ കൊണ്ടുവന്നതെന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നമ്മളത് ഓൾറെഡി പഠിച്ച കാര്യമായിരുന്നു. NKCയുടെ അണ്ടറിലാണ് അല്ലെങ്കിൽ NKCന്റെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ് ഈ IRHE എന്ന് പറയുന്ന കാര്യം വന്നത്, ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ബാക്കിയുള്ള റെഗുലേറ്ററി ബോഡീസ് ആയിട്ടുള്ള NCTE, AICTE, UGC അത്തരം ബോഡീസ് അതിൻ്റെ അണ്ടറിൽ വന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1, ദാറ്റ് ഇസ് നാഷണൽ നോളജ് കമ്മീഷൻ ആണ്. അപ്പോൾ നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ ജസ്റ്റ് നോക്കാം. ഓപ്ഷൻ 2 യശ്പാൽ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ 3 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓപ്ഷൻ 4 കോത്താരി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാഷണൽ നോളജ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എഡ്യൂക്കേഷൻ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു നാഷണൽ നോളജ് കമ്മീഷൻ എന്നുള്ളത്. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഓരോ വർഷങ്ങളിലായിട്ട് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചാൻസ് ഉണ്ട് ചോദിക്കാനായിട്ട്. അപ്പോൾ ഒരു ഏരിയ പോലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.